SK വ്ളോഗ്സ് അപ്പൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ മാങ്ങ സീസണാണ്, നമുക്ക് ഇതുപോലത്തെ കുഞ്ഞി മാങ്ങകളൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇവിടെ 5 കിലോ മാങ്ങ ഇടുന്നതിൻ്റെ ഒരു അളവാണ് പറയാൻ പോകുന്നത്. ഈ ഒരു വലുപ്പത്തിൽ ഞെട്ടിക്കളയാതെ മാങ്ങ നമുക്ക് വൃത്തിയായി കഴുകി ഉണക്കിയെടുക്കാനുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇനി അതിനെ ഒരു ഭരണിയിലാക്കി വെക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മാങ്ങ ഇടാം. നമ്മുടെ കയ്യിലുള്ള മാങ്ങ കഴിയുന്നത് വരെയും ഇതേ പ്രോസസ്സിൽ നമുക്ക് ഭരണിയിലിട്ട് വയ്ക്കാനുണ്ട്. പിന്നെ ഇവിടെ 5 കിലോ മാങ്ങയ്ക്ക് ഞാൻ ഒരു പാക്കറ്റ് മുഴുവൻ ഉപ്പ് പോലും എടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ഒരുപാടാവാനും പാടില്ല, എന്നാൽ വല്ലാതെ കുറയാനും പാടില്ല. അപ്പം മുഴുവൻ മാങ്ങി ഞാനിതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. 2-3 ആഴ്ച കഴിഞ്ഞ് അതിലേക്ക് കടുക് കൂട്ടാം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് കടുകും മുളകൊക്കെ കൂട്ടാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഇതുപോലെ പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണിയിലുള്ള മാങ്ങ മുഴുവനും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലെ മാങ്ങ മാത്രമായി എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലുള്ള വെള്ളം മുഴുവനും നമുക്കൊന്ന് അരിച്ചെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ മുളക് കൂട്ടാനുള്ള പാത്രത്തിൽ തന്നെയാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ഗ്രാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 250 ഗ്രാം കടുകും പൊടിച്ചെടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഞാൻ ഉണക്കമുളക് ഈ കടുകിൻ്റെ കൂട്ടത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും കട്ട പിടിക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി വന്ന ഉപ്പുവെള്ളം കൂടി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ഞാൻ അതിലേക്ക് ഈ ഒരളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വലിയ പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ മുഴുവൻ മാങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ മാങ്ങയിലേക്കും ഈ മുളക് പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കുക. ഈ കണ്ണിമാങ്ങ അച്ചാറിനെ നമുക്ക് ഭരണിയിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ലെണ്ണ തൂകി കൊടുക്കുകയാണെങ്കിൽ അത് കേട് വരാതെ ഒരു 2-3 വർഷം വരെയൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ കൂട്ടിയ മാങ്ങ 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്